വെൽക്കം ടു മിസ്റ്റർ അൺബോക്സ് ആൻഡ് ട്രാവൽ. എൻ്റെ കയ്യിൽ ഒരു പ്രൊഡക്റ്റ് കിട്ടി. സംഭവം ഇത്തിരി ഒരു ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ട് തന്നെ ഞാൻ കരുതി എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാമെന്നത്. ഹുവാവി ഫ്രീ ക്ലിപ്പ്, ഇതാണ് ആ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. കാണുമ്പോൾ തന്നെ ശരിക്കും നമുക്കൊരു ഒരല്പം കൗതുകം ഉണർത്തുന്ന രീതിയിലുള്ള ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി എന്താണ് കുറച്ച് ദിവസമായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത്, ആ ഒരു കാര്യം തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നതാണ്. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. ചാനലും വീഡിയോസും യൂസ്ഫുൾ ആണെന്ന് കരുതിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ചോളൂ. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. 3 കളേഴ്സിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആകുന്നത്. നമ്മുടെ കയ്യിലുള്ളത് ബ്ലാക്ക് കളറാണ്. ഇതുകൂടാതെ ബീച്ച് കളറിലും അതുപോലെ പേർപ്പിൾ കളറിലും ഇത് അവൈലബിൾ ആണ്. എനിവേ ഡിസൈനെ കുറിച്ച് പറയാനാണെങ്കിൽ സീ ബ്രിഡ്ജ് ഡിസൈൻ എന്നാണ് ഇതിന് കമ്പനി പറയുന്നത്. അതായത് ആൽഫബറ്റിലെ ആ ഒരു സിയുടെ ഷേപ്പാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എക്കോസ്റ്റിക് ബോൾ ആണ് ഇതിൽ കാണുന്നത്. ഒരു അത്യാവശ്യം ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിസൈൻ എന്ന് തന്നെ പറയാൻ സാധിക്കും. അതുപോലെ 5.6 ഗ്രാം ആണ് ഇതിൻ്റെ ബോഡി വെയിറ്റ് എന്ന് പറയുന്നത്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണെന്ന് പറയാം. ഇനി കംഫർട്ടിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഒരു പേഴ്സണലി പറയാനാണെങ്കിൽ എൻ്റെ ചെവിടെ ഒരല്പം പുറത്തേക്ക് നിൽക്കുന്ന രീതിയിലുള്ളൊരു ചെവിടായതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഫിറ്റിങ്ങോ കാര്യങ്ങളൊന്നും എൻ്റെ ചെവിയിൽ ഒരു ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ആ സമയം തന്നെ ഞാൻ 2-3 ആളുകളുടെ ആ ഒരു ചെവിയിൽ വെച്ച് കംഫർട്ട് ചെക്ക് ചെയ്ത സമയത്ത് അവർക്ക് നല്ല രീതിയിൽ ഇത് ഫിറ്റായി നിൽക്കുന്നുണ്ട്. ഇവൻ റൺ ചെയ്യുമ്പോഴും എക്സസൈസ് ചെയ്യുമ്പോൾ ഒന്നും ഇത് നിലത്ത് വീഴും എന്നുള്ളൊരു പേടി വേണ്ട. ഇവൻ എനിക്കാണെങ്കിൽ പോലും ഇത് അല്പം തൂങ്ങി നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ടെങ്കിലും ഇത് നിലത്ത് വീണ് പോകുമെന്നുള്ളൊരു ആ ഒരു ഭയമോ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഇത് ഇൻ ഇയർബഡ്സ് അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് പൊതുവേ ചെവിയിൽ കുറേ സമയം നമുക്ക് ആ ഒരു ഇയർബഡ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ അത്തരത്തിലൊന്നും ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യില്ല. കാരണം ഇത് നമ്മുടെ ചെവിയുടെ ഉള്ളിലേക്ക് എത്തുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര സമയമാണെങ്കിലും ഇത് യൂസ് ചെയ്താലും യാതൊരു തരത്തിലുള്ളൊരു ഡിസ്കംഫേർട്ട് നമുക്കിതിൽ ഫീൽ ചെയ്യുകയില്ല. സ്പെസിഫിക്കേഷനിലൂടെ ഒന്ന് കണ്ണോടിച്ച് നോക്കുകയാണെങ്കിൽ ഡ്യുവൽ ഡിവൈസ് കണക്ടിവിറ്റി ഇതിൽ സപ്പോർട്ടാണ്. അതുപോലെ തന്നെ IP54 റേറ്റഡോട് കൂടിയിട്ടുള്ള ഡസ്റ്റ് ആൻഡ് സ്പ്ലാഷ് റെസിസ്റ്റൻ്റ് ആണ്, വാട്ടർ പ്രൂഫ് അല്ല. അതുപോലെ 55 mAh ആണ് ഇതിൻ്റെ ഈ ഒരു ബഡ്സിൽ ഉപയോഗിച്ചിരിക്കുന്ന ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത്. അത് ഉപയോഗിച്ചുകൊണ്ട് സിംഗിൾ ചാർജിൽ നമുക്ക് ഏകദേശം 8 മണിക്കൂറോളമുള്ള മ്യൂസിക് പ്ലേ ബാക്ക് ആണ് പറയുന്നത്. ചാർജിങ് കേസ് ആണെങ്കിൽ 510 mAh ബാറ്ററിയാണ് വരുന്നത്. അതിൽ നമുക്ക് ചാർജിങ് കേസോട് കൂടി യൂസ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 36 hours ആണ് ഇതിൻ്റെ മ്യൂസിക് പ്ലേ ബാക്ക് സമയം എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ബാറ്ററി പെർഫോമൻസ് ആയിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. അതുപോലെ 2 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് കൂടി ഈ ഒരു ഇയർബഡ്സിൽ സപ്പോർട്ടാണ്. ഈ ഒരു ഫ്രീ ക്ലിപ്പിൻ്റെ ഡിസൈനിന് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് റൈറ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് എന്നുള്ള രീതിയിൽ ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു ക്ലിപ്പ് തന്നെ നമുക്ക് റൈറ്റ് സൈഡിലും അതേസമയം തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലും യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എനിവേ 3 മൈക്കാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിറകു വശത്തായിട്ട് ഒരു വിൻഡ് പ്രൂഫ് മൈക്കും അതുപോലെ തന്നെ ഈ ഒരു ബോളിൽ 2 മൈക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 10.8 mm ഡ്രൈവറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എനിവേ ഇതിൻ്റെ വോയിസ് കോൾ അല്ലെങ്കിൽ ആ ഒരു വോയിസ് ക്വാളിറ്റി അല്ലെങ്കിൽ മ്യൂസിക് ക്വാളിറ്റിയെ കുറിച്ച് പറയാനാണെങ്കിൽ വോയിസ് ക്വാളിറ്റി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. വലിയ നമുക്ക് എടുത്ത് പറയത്തക്ക കുറ്റങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ടോട്ടലി ഉള്ള ഒരു ചെറിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ചെറുതായിട്ട് നമുക്കൊരു സൗണ്ട് ലീക്ക് ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അത് മ്യൂസിക് കേൾക്കുന്ന സമയത്താണെങ്കിലും ഇവൻ അത്യാവശ്യം ലൗഡായിട്ട് സംസാരിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ചെറുതായിട്ട് നമുക്ക് ആ ഒരു സൗണ്ട് ലീക്ക് ഇതിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇത് ഇൻ ഇയർ ഡിസൈൻ അല്ലാത്തത് കൊണ്ടും നമ്മുടെ ചെവിടിൻ്റെ ഉള്ളിൽ ഇത് കയറി നിൽക്കാത്തത് കൊണ്ട് തന്നെ ആ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇതിൽ സൗണ്ട് പുറത്തേക്ക് പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എനിവേ മ്യൂസിക് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള മ്യൂസിക് ക്വാളിറ്റി എന്നുള്ള രീതിയിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് തീരെ മോശമല്ല, എന്നാൽ വളരെ ഗംഭീരമായിട്ടും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ബേസോ കാര്യങ്ങളൊന്നും നമ്മൾ ഇതിൽ എക്സ്പെക്ട് ചെയ്യുന്നില്ല. കാരണം ഇത് വളരെ ഉള്ളിലേക്ക് പോകാത്തത് കൊണ്ട് തന്നെ ആ ഒരു ചെറിയ ഗ്യാപ്പ് ഇതിൻ്റെ ആ ഒരു മ്യൂസിക് എക്സ്പീരിയൻസിനെ നമുക്ക് ശരിക്കും ആ ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ആ ഒരു ഭയങ്കര ബേസും കാര്യങ്ങളൊന്നും നമുക്കിതിൽ ഫീൽ ചെയ്തിട്ടില്ല. എനിവേ ഈ ഒരു പ്രൊഡക്റ്റ് ശരിക്കും എല്ലാവർക്കും പറ്റിയ ഒരു പ്രൊഡക്റ്റ് ആണെന്ന് തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ആളുകൾക്ക് പറ്റിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണെന്ന് പറയാൻ സാധിക്കും. എസ്പെഷ്യലി ഇൻ ഇയർബഡ്സ് അല്ലെങ്കിൽ ഹാഫ് ഇൻ ഇയർ ഒക്കെ ഡിസ്കംഫർട്ടബിൾ ആയിട്ടുള്ള ആളുകൾ ചിലരെങ്കിലും ഉണ്ടാവും. അത്തരത്തിലുള്ള ആളുകൾക്ക് പറ്റിയൊരു പ്രൊഡക്റ്റ് ആണെന്ന് പറയാം. കാരണം ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് തന്നെ കംഫർട്ടാണ്. നമ്മൾ ഒത്തിരി സമയം യൂസ് ചെയ്താൽ പോലും നമുക്ക് ചെവിട്ടിനോ അല്ലെങ്കിൽ ആ ഒരു ചുറ്റുവട്ടത്തൊന്നും നമുക്ക് വലിയ ഒരു ഇഷ്യൂസോ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഡിസ്റ്റർബൻസ് ഒന്നും ഫീൽ ചെയ്യാതെ വളരെ കംഫർട്ടായിട്ട് ഇരിക്കുമെന്നൊരു പ്രത്യേകതയാണ് ഈ ഒരു പ്രോഡക്റ്റിനുള്ളത്. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഇവിടെ ഖത്തറിൽ വരുന്നത് 699 ഖത്തർ റിയാലാണ് ഒഫീഷ്യലി പ്രൈസ് വരുന്നത്. ഏകദേശം ഇന്ത്യയുടെ 15,500 രൂപയാണ് ഇതിന് പ്രൈസ് വരുന്നത്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദിസ് ഈസ് നോട്ട് എവ്രി വൺസ് കപ്പ് ഓഫ് ടീ എന്ന് തന്നെയാണ് ഇതിൻ്റെ അഭിപ്രായം. അതായത് ആ അത്തരത്തിലുള്ള ഇയർബഡ്സും കാര്യങ്ങളൊക്കെ ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ ഡിസ്കംഫർട്ടബിൾ ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം പരിഗണിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റായിട്ട് മാത്രം ഇതിനെ കണ്ടാൽ മതി. ഇനി എന്താണ് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? ആ ഒരു കാര്യം ദയവ് ചെയ്തൊന്ന് കമൻറ്റ് ചെയ്യുക. ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. അപ്പം ചാനൽ വീഡിയോസും യൂസ്ഫുൾ ആണെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പം മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.